നമസ്കാരം. നമ്മളെ ചിന്തിപ്പിക്കുന്നത്, സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ നമ്മളാക്കുന്ന ആ ഒരൊറ്റ അവയവം, നമ്മുടെ തലച്ചോറ്. അതിന്റെ ഉള്ളിലേക്ക്, ആ അത്ഭുത ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര പോയാലോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കിന്ന് കുറച്ചുകൂടി അടുത്തറിയാം. ഈ തലച്ചോറിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ ഞാനൊരു സംഖ്യ പറയാം. 86 ബില്യൺ. എന്താണിതെന്നല്ലേ? അതെ, ഇതാണ് നിങ്ങളുടെ തലച്ചോറിലുള്ള ന്യൂറോണുകളുടെ ഏകദേശ എണ്ണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ അത്രയും വരും ഇത്. അപ്പോ ഈ ഒരൊറ്റ കണക്ക് തന്നെ മതി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ. അപ്പോ എന്താണ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ CNS? ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ കൺട്രോൾ റൂം. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അഥവാ സുഷുമ്നാ നാഡിയും ചേർന്നൊരു സിസ്റ്റമാണിത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവരാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊട്ട് നമ്മുടെ ചിന്തകൾ വരെ എല്ലാം ഈ സിസ്റ്റത്തിന്റെ കളികളാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തലച്ചോറിന്റെ ഒരു എവല്യൂഷണറി ബ്ലൂ പ്രിന്റ് നോക്കും. പിന്നെ അതിന്റെ ഏറ്റവും പഴയ ഭാഗമായ ഹെഡ് ബ്രെയിനിനെ പരിചയപ്പെടും. അതിനുശേഷം മിഡ് ബ്രെയിൻ, പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഫോർ ബ്രെയിൻ. അത് കഴിഞ്ഞ് നമ്മൾ കോർട്ടെക്സ് ലോബ്സിനെ കാണും. അവസാനം തലച്ചോറിന്റെ 2 അർദ്ധഗോളങ്ങളെക്കുറിച്ചും അതിന്റെ സപ്പോർട്ട് സിസ്റ്റങ്ങളെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പരിണാമപരമായ രൂപരേഖ. അതായത് നമ്മുടെ തലച്ചോറിന്റെ ഘടന മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? അതിന്റെ പരിണാമത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തലച്ചോറിന്റെ ഏറ്റവും ബേസിക്കായ, ഏറ്റവും പഴയ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി പതുക്കെ ഏറ്റവും പുതിയ, ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിലേക്ക് പോകും. നോക്കൂ, നമ്മുടെ തലച്ചോറിനെ നമുക്ക് 3 പ്രധാന സ്റ്റെപ്പുകളായിട്ട് കാണാം. സ്റ്റെപ്പ് 1 ഹൈൻഡ് ബ്രെയിൻ, ഇതാണ് ഏറ്റവും പഴയത്. സ്റ്റെപ്പ് 2 മിഡ് ബ്രെയിൻ, ഇത് പഴയതിനെയും പുതിയതിനെയും ബന്ധിപ്പിക്കുന്നൊരു കണക്ടറാണ്. പിന്നെ സ്റ്റെപ്പ് 3 ഫോർ ബ്രെയിൻ, ഇതാണ് ഏറ്റവും പുതിയതും ഏറ്റവും വലുതും. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏറ്റവും പുരാതനമായ തലച്ചോറിൽ നിന്നാണ്, ഹെഡ് ബ്രെയിൻ. ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് എന്ന് തന്നെ വിളിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ, ജീവൻ നിലനിർത്താൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളില്ലേ, അതായത് ശ്വാസമെടുക്കുക, ഹൃദയമിടിപ്പ്, നമ്മൾ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. ശരിക്കും എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ആരാണ് നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൃത്യമായി കൊണ്ടുപോകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹിൻബ്രെയിനിലെ ഈ 3 പ്രധാനികൾ. ഒന്നാമത്തേത് മെദുല ഒബ്ലോങ്കേറ്റ, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശ്വാസം, ഹൃദയമിടിപ്പ് പോലുള്ള കാര്യങ്ങളുടെ കൺട്രോൾ ഇവിടെയാണ്. രണ്ടാമത്തേത് പോൺസ്, ഇതൊരു പാലം പോലെയാണ്. തലച്ചോറിലെ പല ഭാഗങ്ങൾക്കിടയിൽ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. മൂന്നാമത്തേത് സെറിബെല്ലം, ഇതാണ് നമ്മുടെ ശരീരചലനങ്ങളുടെ കോർഡിനേറ്റർ. ഈ സെറിബെല്ലംന് ഒരു വിളിപ്പേരുണ്ട്, ചെറിയ തലച്ചോറ് അഥവാ ലിറ്റിൽ ബ്രെയിൻ. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും, എന്തിന് ഒരു സൈക്കിൾ ഓടിക്കുമ്പോഴും വീഴാതെ ബാലൻസ് ചെയ്യുന്നതും കൈയും കാലുമൊക്കെ കൃത്യമായി ചലിപ്പിക്കുന്നതും ഈ സെറിബെല്ലം കാരണമാണ്. ഇനി ഇതിനെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്നറിയോ? അറ്റാക്സിയ എന്നൊരവസ്ഥ വരും. അതായത് നടക്കാനും ബാലൻസ് ചെയ്യാനുമൊക്കെയുള്ള കഴിവ് നഷ്ടപ്പെടും. ഓക്കെ, ഹിൻബ്രെയിനിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരികയാണ്. അടുത്ത സ്റ്റോപ്പ് മിഡ് ബ്രെയിൻ, നമ്മുടെ റിലേ സെന്റർ. പഴയ തലച്ചോറിനെയും പുതിയ തലച്ചോറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഹബ്ബാണിത്. അതുപോലെ നമ്മൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലേ, അങ്ങനെയുള്ള റിഫ്ലക്സുകൾ, അതായത് കാഴ്ചയും കേൾവിയുമായി ബന്ധപ്പെട്ട പെട്ടെന്നുള്ള പ്രതികരണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ മിഡ് ബ്രെയിന് വലിയൊരു പങ്കുണ്ട്. ഈ മിഡ് ബ്രെയിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, അതിന്റെ പേരാണ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഇതിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ ഉണ്ടാക്കുകയാണ്. ഈ ഡോപ്പമിനാണ് നമ്മുടെ ശരീരചലനങ്ങളെല്ലാം സ്മൂത്തായി, കൺട്രോൾഡായി നടക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചാലോ? അപ്പോഴാണ് നമ്മൾ പാർക്കിൻസൺസ് രോഗം എന്നൊക്കെ കേൾക്കുന്നത്. ശരീരത്തിനൊരു വിറയൽ, നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഡോപ്പമിൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, തലച്ചോറിലെ വളരെ ചെറിയൊരു ഭാഗത്ത് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തെ എത്ര വലുതായിട്ടാണ് ബാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. തലച്ചോറിന്റെ ഏറ്റവും വലുതും ഏറ്റവും അഡ്വാൻസ്ഡുമായ ഭാഗം, ഫോർ ബ്രെയിൻ.
നമ്മളെ മനുഷ്യരായി നിലനിർത്തുന്നത് എന്താണോ, നമ്മുടെ ചിന്ത, ഭാഷ, ഓർമ്മ, പ്ലാനിംഗ്, ആ സങ്കീർണമായ കഴിവുകളുടെയെല്ലാം ആസ്ഥാനം, അതാണ് ഈ ഫോർ ബ്രെയിൻ. ഈ ഫോർ ബ്രെയിനെ നമുക്ക് വീണ്ടും 2 പ്രധാന ഡിവിഷനുകളായി തിരിക്കാം. ഒന്ന് ഡയൻസെഫലോൺ, ഇതിലാണ് തലാമസ്, ഹൈപ്പോതാലമസ് ഒക്കെ വരുന്നത്. മറ്റേത് ടെലൻസെഫലോൺ, ഇതിലാണ് നമ്മുടെ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം എന്നിവയൊക്കെയുള്ളത്. പേര് കേട്ട് പേടിക്കേണ്ട, നമുക്ക് ഓരോന്നും എന്താണെന്ന് സിമ്പിളായി നോക്കാം. ആദ്യം താലമസ്. ഇതിന് നമുക്ക് തലച്ചോറിന്റെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്നറിയോ, മണം ഒഴികെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതുമായ എല്ലാ സെൻസറി ഇൻഫർമേഷനും ആദ്യം നേരെ വരുന്നത് ഈ സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് താലമസ് ആണ് തീരുമാനിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം തലച്ചോറിന്റെ ഏതു ഭാഗത്തേക്ക് അയക്കണമെന്ന്, ശരിക്കും ഒരു ട്രാഫിക് കൺട്രോളർ പോലെ. തലമസിന്റെ തൊട്ടു താഴെയാണ് ഹൈപ്പോതലമസ്. ഇത് വളരെ ചെറുതാണെങ്കിലും ആടൊരു ഭീമനാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇന്റേണൽ ബാലൻസ്, അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ആളാണ്. അതായത് നമുക്ക് വിശക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ, ശരീരത്തിലെ ചൂട് കറക്റ്റാണോ, എന്തിന് നമ്മുടെ ഉറക്കം പോലും കൺട്രോൾ ചെയ്യുന്നത് ഈ കുഞ്ഞൻ ഹൈപ്പോതലമസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ വൈകാരിക തലച്ചോറിലേക്ക് വരാം. അതാണ് ലിംബിക് സിസ്റ്റം. ഇതില് 2 സൂപ്പർ സ്റ്റാറുകളുണ്ട്. ഒന്ന് ഹിപ്പോകാമ്പസ്, പുതിയ ഓർമ്മകളൊക്കെ ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും ഇവനാണ്. രണ്ടാമത്തേത് അമിഗ്ഡല, ഭയം, ദേഷ്യം, സന്തോഷം തുടങ്ങിയ നമ്മുടെ പച്ചായ വികാരങ്ങളില്ലേ, അതിന്റെയൊക്കെ കൺട്രോൾ റൂം ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ തലച്ചോറിന്റെ ഏറ്റവും പുറമെയുള്ള ആ ചുളിവുകളുള്ള ഭാഗത്തേക്ക് വരികയാണ്. അതാണ് സെറിബ്രൽ കോർട്ടെക്സ്. ഇതിനെ നമുക്കൊരു വലിയ കമ്പനിയിലെ പല ഡിപ്പാർട്ട്മെന്റുകളായി കാണാം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു പ്രത്യേക ജോലി. ഈ ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ ലോബ്സ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 4 എണ്ണമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ 4 ഡിപ്പാർട്ട്മെന്റുകളെന്ന് നോക്കാം. ഒന്നാമത്തേത് തലയുടെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബ്. നമ്മുടെ പ്ലാനിംഗ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, പേഴ്സണാലിറ്റി, ഇതിന്റെയൊക്കെ ഹെഡ് ഓഫീസ് ഇതാണ്. നമ്മൾ സംസാരിക്കാൻ സഹായിക്കുന്ന ബ്രോക്കാസ് ഏരിയ ഇവിടെയാണ്. രണ്ടാമത്തേത് മുകളിലുള്ള പാരീറ്റൽ ലോബ്. തൊട്ടറിയാനും വേദന, ചൂട് ഒക്കെ മനസ്സിലാക്കാനും നമ്മുടെ ശരീരം എവിടെയാണെന്ന് ഒരു ബോധമുണ്ടാക്കാനും ഇത് വേണം. മൂന്നാമത്തേത് വശങ്ങളിലുള്ള ടെമ്പോറൽ ലോബ്. കേൾവി, ഓർമ്മ, പിന്നെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെ സഹായിക്കുന്ന വെർണിക്കേസ് ഏരിയ ഇവിടെയാണ്. ഏറ്റവും പിന്നിലുള്ളതാണ് ഓക്സിപിറ്റൽ ലോബ്. ഇതിനൊറ്റ ജോലിയുള്ളൂ, കാഴ്ച. നമ്മൾ കാണുന്നതെല്ലാം പ്രോസസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു കേടുപാട് പറ്റിയാൽ അതിന്റെ ജോലി താളം തെറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നത്? അതിനേക്കാൾ പ്രധാനമായി ഇത്രയും വിലപ്പെട്ട ഒരു അവയവത്തെ നമ്മുടെ ശരീരം എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിനെ നോക്കിയാൽ അതിന് 2 പകുതികളുണ്ട്, അല്ലേ? ഒരു ഇടതർദ്ധഗോളവും ഒരു വലതർദ്ധഗോളവും, അഥവാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. സാധാരണയായി ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടി ലോജിക്കലാണ്. ഭാഷ, കണക്ക്, അനാലിസിസ് ഒക്കെ അവിടെയാണ്. റൈറ്റ് സൈഡ് കുറച്ചുകൂടി ക്രിയേറ്റീവാണ്. കല, സംഗീതം, മുഖങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, അതൊക്കെ അവിടെയാണ്. ഈ 2 സൂപ്പർ പവറുകളെയും തമ്മിൽ സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഹൈവേ ഉണ്ട്. അതാണ് കോർപ്പസ് കാലോസം. ഇനി തലച്ചോറിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയാം. അതിനായി ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയുണ്ട്. തലച്ചോറിനുള്ളിൽ വെൻട്രിക്കിൾസ് എന്നറിയപ്പെടുന്ന 4 അറകളുണ്ട്. ഇവ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്നൊരു ദ്രാവകമുണ്ടാക്കി സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതിന് 3 പ്രധാന ജോലികളുണ്ട്. ഒന്ന്, തലച്ചോറിന് ഒരു കുഷൻ പോലെ പ്രവർത്തിച്ച് ഇടിയിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. 2, പോഷകങ്ങൾ നൽകുക. 3, മാലിന്യങ്ങൾ പുറന്തള്ളുക. ശരിക്കും ഒരു ഫുൾ ഓൺ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോ നമ്മൾ ഇന്ന് നടത്തിയ ഈ യാത്രയൊന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടത്? ഏറ്റവും അടിസ്ഥാനപരമായ ജീവൻ നിലനിർത്തുന്ന കാര്യങ്ങൾ നോക്കുന്നത് ഹിൻ ബ്രെയിൻ, ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുകയും റിഫ്ലക്സുകൾ നോക്കുകയും ചെയ്യുന്നത് മിഡ് ബ്രെയിൻ, നമ്മുടെ ഉയർന്ന ചിന്തകളും വികാരങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫോർ ബ്രെയിൻ, പിന്നെ നമുക്ക് ബോധവും ലോകത്തെക്കുറിച്ചുള്ള ധാരണയും നൽകുന്നത് അതിലെ കോർട്ടെക്സ്. സിമ്പിൾ അല്ലേ? അപ്പോ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആ അത്ഭുതകരമായ ഒരു വാസ്തുവിദ്യയാണ്, നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ആ ഒരു ഡിസൈൻ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: ഈ അസാധാരണമായ ഘടന വെച്ച് നിങ്ങൾ എന്ത് നിർമ്മിക്കും? നിങ്ങളുടെ സാധ്യതകൾക്ക് ശരിക്കും എന്തെങ്കിലും അതിരുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.